ബിഗ് ബോസ് സീസൺ 6-ൽ തുടക്കത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുകയും എന്നാൽ ഇപ്പോൾ സ്ക്രീൻ സ്പേസിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് രസ്മിൻ ബായ്. ആദ്യ ആഴ്ചയിൽ സേഫ് സോൺ നോക്കി ഗെയിം കളിച്ചിരുന്ന രസ്മിൻ രണ്ടാമത്തെ ആഴ്ച എത്തിയപ്പോഴേക്കും ട്രാക്ക് മാറ്റിപ്പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മൂന്നാമത്തെ ആഴ്ചയിൽ പവർ ടീമിൽ കൂടി കയറി പറ്റിയതോടെ രസ്മിൻ ബായ് ഫുൾ പവർ എന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. വീടിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതുപോലെ സ്വന്തം ടീമിൽ പോലും പാളിച്ചകൾ സംഭവിക്കുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ട് രസ്മിൻ വീടിനുള്ളിലുള്ളവരുടെയും പിന്തുണ നേടിയിരുന്നു. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ രസ്മിൻ ബായിയെ ലാലേട്ടൻ എടുത്തിട്ടുകൂടെന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പവർ ടീമിന് പറ്റിയ പാളിച്ചകൾ കൊണ്ടാണെന്ന് വിചാരിച്ചാൽ തെറ്റി. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ലാലേട്ടനെ ചൂടാക്കിയത്. പരിക്ക് പറ്റി പുറത്തുപോയ സിജോയെ എന്തുകൊണ്ട് വീടിനുള്ളിലുള്ള ആരും അന്വേഷിച്ചില്ലെന്ന് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. ശ്രീരേഖയും ശരണ്യയും ഒഴികെ മറ്റാരും തന്നെ സിജോയുടെ വിവരം അന്വേഷിച്ചില്ലെന്നാണ് പറഞ്ഞത്. ശേഷം ലാലേട്ടൻ ദേഷ്യപ്പെടുകയും കൂടെയുള്ള ഒരാൾക്ക് എന്തു പറ്റിയെന്ന് തിരക്കാഞ്ഞത് വളരെ മോശമായി പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൊട്ടു പിന്നാലെ രസ്മിൻ സംഭവത്തിൽ ക്ലാരിറ്റിയുമായി രംഗത്തെത്തുകയും ചെയ്തു. ലാലേട്ടൻ 24 അവർ ബിഗ് ബോസ് കാണുന്നുണ്ടോ എന്ന് അറിയില്ലെന്നും ഞങ്ങൾ എല്ലാവരും സംസാരത്തിനിടയിൽ സിജോയെ തിരക്കിയെന്നുമാണ് രസ്മിൻ പറഞ്ഞത്. ഇത് കേട്ടതും ലാലേട്ടൻ പിന്നെ അങ്ങോട്ട് രസ്മിനെതിരെയായി. താൻ 24 അവർ ബിഗ് ബോസ് കാണുന്നുണ്ടോ എന്ന് രസ്മിൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ നടത്തരുതെന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ രസ്മിനെതിരെ വൻ ഫയറിംഗ് ആണ് നടത്തിയത്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ 24/7 ഞാൻ കണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് കാണാതാണോ ഞങ്ങൾ വരുന്നത്? സർ മൊത്തത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് സർ അറിയോന്ന് എനിക്ക് അറിയില്ല. അതറിയാതാണോ ഞാൻ ഇവിടെ നിൽക്കുന്നത്? പറഞ്ഞും പോയി തിരിച്ചെടുക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു രസ്മിൻ്റേത്. അവിടെയാണ് മറ്റു മത്സരാർത്ഥികൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓരോ വാക്കുകൾ പറയുമ്പോഴും സൂക്ഷിച്ചു പറയുക, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥയായിരിക്കുമെന്ന് അർത്ഥം. സത്യത്തിൽ രസ്മിന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പവർ ടീമിലുള്ള മെമ്പർ എന്ന നിലയിൽ ഏത് വിധേനയും ലാലേട്ടനെ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് രസ്മിൻ ഉദ്ദേശിച്ചതെങ്കിലും സംഭവം കയ്യിൽ നിന്ന് പോയിരുന്നു. ഇതേ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു രീതിയിൽ പറഞ്ഞ ജാസ്മിനും നല്ല കലക്കൻ മറുപടി ലാലേട്ടനിൽ നിന്നും കിട്ടിയിരുന്നു. പുറത്തുള്ളവർ വീടിനുള്ളിൽ നടക്കുന്ന എല്ലാം കാണുന്നുണ്ടോ എന്ന് അറിയില്ലെന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. രസ്മിനേക്കാൾ കഷ്ടമായിരുന്നു പിന്നീട് ജാസ്മിന്റെ അവസ്ഥ. ചായ എടുക്കുമ്പോൾ ചായയിലേക്ക് തുമ്മിയ വീഡിയോ ഉൾപ്പെടെ കാണിച്ച് ലാലേട്ടൻ ജാസ്മിന്റെ വായടപ്പിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മത്സരാർത്ഥികളിൽ ചിലർക്കെങ്കിലും വീടിനുള്ളിൽ നടക്കുന്ന ഭൂരിഭാഗം സംഭവങ്ങളും ബിഗ് ബോസും പുറത്തുള്ളവരും അറിയുന്നില്ലെന്ന ധാരണപ്പുറത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് തന്നെ. എന്തായാലും ജാസ്മിനും രസ്മിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി കിട്ടിയതോടെ എപ്പിസോഡ് കണ്ട പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ഉള്ള എല്ലാ വകകളും ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു.